എല്ലാവർക്കും അച്ചായൻ ചേച്ചിസം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് മീൻ തല എങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ്. ആ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ, അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അടുപ്പിലോട്ട് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച്, കാര്യം വിറവെല്ലാം നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് അടുപ്പൊന്ന് കത്തിക്കാം. വിറവെല്ലാം നനഞ്ഞ് കിടക്കുക. നമുക്ക് ചട്ടി വെക്കാം. ചട്ടിയും ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളകി കൊടുക്കുക. നല്ല പുകയുണ്ട് കേട്ടോ. ഈ ഉണങ്ങിയ വിറവല്ല, മഴയൊക്കെ ആയതുകൊണ്ട് അരഞ്ഞ്. ഇട്ട് കൊടുക്കുകയാണ് നമ്മള്. കരിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഒന്ന് ഇളകി കൊടുക്കുക. ഇതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലെ 2 സ്പൂൺ മുളക് പൊടി ഇതിലൊഴിച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. കുടംപുളികൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പം നമ്മുടെ മീൻ തലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഉലുവാപ്പൊടി ഒരു 1/2 സ്പൂൺ മതി. 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നൈസ് ഒന്ന് ഇളക്കി.
നൈസിലൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് മറിയുകയാണ്. നമുക്കതിലോട്ട് നമ്മുടെ മീൻ തല ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് മീൻ തല. അത് നമുക്ക് ഇതിലോട്ട് ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മീൻ തല തിളച്ച് മറിയുകയാണ്. നമ്മുടെ മീൻ തല ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സകലം ഒഴിച്ചാൽ മതി. ഇവിടെ റെഡിയായി. നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കണ്ടോ? വാവ്! ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ തല കറി വെച്ചത്. നാടൻ രീതിയിൽ കറി വെച്ചതാണ് ഈ മീൻ തല. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോസുമായി ഉടനെ വരുന്നത്. അതുവരേക്കും ബൈ.